ഗൈസ് അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് എന്താ നമ്മളെ പരദൂഷണം പറയുന്നതിനെ പറ്റിയാണ് കേട്ടോ. അത് എനിക്ക് കുറെ വോയിസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കും അനുഭവം ഉണ്ടാവുമല്ലോ. നമ്മൾ സമൂഹത്തിലും നമ്മൾ എന്താ സമൂഹമായിട്ട് ഒരു രാഷ്ട്രീയ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിലും പിന്നെ ഓരോ വ്യക്തിപരമായ രീതിയിൽ പോവുകയാണെങ്കിലും നമ്മൾ ഓരോ രീതിയിൽ നമുക്ക് പരദൂഷണങ്ങൾ വരും. അപ്പൊ നമ്മൾ പറയും വൻ പാപങ്ങളിൽ ഒന്നാണ് പരദൂഷണം. അതായത് നമുക്ക് പരദൂഷണം പറയാം, ഒരു വ്യക്തിനെ പറ്റിയിട്ട് പരദൂഷണം പറയാം, വെറുതെ എന്തെങ്കിലും ചിലപ്പം എന്താ ഒന്നും ഉണ്ടാവില്ല. അവളങ്ങനെയാ, ഇവളിങ്ങനെയാ, അവനങ്ങനെയാ, ഒരു വീട് അങ്ങനെയാണ്, മറ്റോല് ഇങ്ങനെയാണ് എന്നൊരു പരദൂഷണം വരും. അപ്പൊ നമുക്കത് പരദൂഷണം പറയാനറിയാം. നമ്മളോരോ കാര്യങ്ങൾ ഒരാളോട് പറയാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒന്നല്ല. അതായത് നമുക്ക് നമ്മളെ കാര്യം പറയാന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം തന്നെയാണ്. ഒരാളെ കുറിച്ച് കണ്ടേ ഒരാളെ കുറിച്ച് കണ്ട് ഇങ്ങനെ ഓരോന്ന് പറയാണ്. പറയുമ്പോൾ നമ്മളെ അഭിമാനത്തെയാണ് അത് നമുക്ക് അഭിമാനം നഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് വരിക. അതായത് ധനം, രക്തം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ ഈ ധനം, രക്തം, പിന്നെ അതേപോലെ തന്നെയാണ് അഭിമാനം. നമ്മളെ അഭിമാനം ഇത് ഈ മൂന്ന് കൂടി ചേരുന്നതാണ് നമുക്കെന്ന് അറിയാം. ഇത് നമ്മളൊരു വ്യക്തി ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സംഭവമാണ്. ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വരുന്ന സംഭവത്തിലാണ് നമുക്ക് അഭിമാനത്തിന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എനിക്ക് മറ്റൊരാൾ അത് എനിക്കത് പറയുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അത് പറയുമ്പോൾ നമുക്കത് സംഭവിക്കണേ അത് ഒരു പരദൂഷണം പോലെയാണ് വരുന്നത്. എനിക്ക് ചെയ്യുന്ന പ്രവൃത്തി ഒരാളോട് അത് ഇത് അങ്ങനെ ഓരോ പ്രവൃത്തികൾ ഉണ്ടാവുമല്ലോ നമുക്കുള്ളത്. അതുപോലും പറയുന്നത്, അതേപോലെ നമ്മളെ നന്മ പോലും ഒരാളോട് നമ്മൾ പറയാൻ പാടില്ല. അതും ഒരു തരം വേറെ രീതിയിലുള്ള ഒരു പരദൂഷണമാണ്. പരദൂഷണം പല രീതിയിലുണ്ട്. അതായത് ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് കയറി ചെയ്യാം. അതായത് ആക്ഷൻ ഒരു പരദൂഷണമാണ്. നമ്മളിപ്പോ വാഴ കൊണ്ട് മാത്രം നാവ് കൊണ്ട് മാത്രം പറയണമെന്നില്ല. നമ്മളിപ്പോ എവിടെയെങ്കിലും തന്നെ നമ്മൾ ആക്ഷൻ കണ്ണുകൊണ്ട് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒന്ന് പറയട്ടെ. ഇപ്പൊ ഞാൻ തന്നെയാണ്, ഞാനൊരു വ്യക്തിയാണ്, ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ നമ്മളവിടെ കയറി ചെല്ലുന്ന സമയത്ത് ആക്ഷൻ കാണിക്കുക. കൈ കൊണ്ടുള്ള ആക്ഷൻ ഉണ്ട്, നാവ് കൊണ്ടുള്ള ആക്ഷൻ ഉണ്ട്, കണ്ണുകൊണ്ടുള്ള ആക്ഷൻ ഉണ്ട്, പല രീതിയിലുള്ള ആക്ഷൻ ഉണ്ട്. അതും ഒരു പരദൂഷണം തന്നെയാണ്. അപ്പൊ അതുപോലും നമ്മൾ ഒരാളെ പിച്ചി ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ. നമ്മളെ പിച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭവമാണ് ഇത് വരുന്നത്. പിച്ച് ചെയ്യുന്നത് അതന്നെ ഞാൻ കട്ടിയിൽ ഉറപ്പിച്ച് പറയണത് ഞാൻ. അതേപോലെ ഒന്നും ഉണ്ടാവില്ല, ഒന്നും പറയാനോ ഇരിക്കാനോ ഇതാക്കാനോ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കുറ്റം പറയണല്ലോ, എന്തെങ്കിലും കുറ്റം പറയണം. അങ്ങനെയുള്ള ഒരു കുറ്റം പറയാ. ഇനിയിപ്പോ ഒന്നും വേണ്ട, നമ്മൾ എന്തിനാ നോക്കണേ, അവനാന്റെ കാര്യം നോക്കി മാത്രം പോവുക. അല്ലാതെ അതായത് മറ്റുള്ളവരെ നമ്മളിങ്ങനെ നോക്കി പോകുന്നത് കൊണ്ടാണ് ആ ഒരു സംഭവം പരദൂഷണത്തിന്. അങ്ങനെയല്ലേ, ഓരോടെന്നാ അങ്ങനെയല്ലേ, നല്ലതും വേണ്ട, ഓരോടെന്നാ അത് തന്നില്ലേ, മറ്റേതാണില്ല, അങ്ങനത്തെ വേണ്ട. അതേപോലെ നമ്മളെ ജോലിനെ പറ്റി വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് പല രീതിയിലും, നമ്മളെ വീടിനെ പറ്റി, നമ്മളെ വാഹനത്തിനെ പറ്റി, പിന്നെ നമ്മളെ ബോഡി ഷേമിങ്, നമ്മളെ ഡ്രസ്സിനെ പറ്റി പല പല രീതിയിലുള്ള പരദൂഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താ സംഭവം നമ്മളെ ജോലിനെ പറ്റി ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ജോലിനെ പറ്റി പറയാം. അതായത് ഞാൻ ഇന്നെ തന്നെ പറയാട്ടോ. അതായത് ഇത് എനിക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നെ തന്നെ പറ്റി പറയണം. ഈ ഒരു സംഭവം എന്നോട് പറയാൻ പറഞ്ഞത്. അപ്പൊ നമ്മളെ പറ്റി നമുക്ക് പറയുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാനെന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ ഒരു ടൈപ്പിംഗുകാരനാണ്, റബ്ബർ വെട്ടുന്ന ആളാണ്. ആ റബ്ബർ വെട്ടുന്ന ആൾക്കും അതിൻ്റെതായിട്ടുള്ള ജോലിയാണ് ഇല്ലേ. അതിനെ നമ്മളൊരു പരദൂഷണം ചെയ്ത എന്താ അപ്പം മഴക്കാലത്ത് പണിയില്ല, വേനൽക്കാലത്തും പണിയില്ല, പിന്നെ എവിടെ പണി അങ്ങനെ ചെയ്ത് നമ്മളെ കുറച്ച് കാണാം. ഇതെന്താ പറയുന്നത്, ഇതേ ഒരു പരദൂഷണത്തിനാണ് കുറച്ച് കാണാം. ഓരോ കാര്യം നമ്മുടെ അടുത്ത് നല്ല നന്മ ഉണ്ടാവും. അപ്പൊ എന്താ പറയുക, ഓരോ കാര്യങ്ങളിലൂടെ പറഞ്ഞുകാണ്ട് കുറച്ച് കാണുന്ന ഒരു സംഭവം. ഇതും ഒരു വലിയൊരു പരദൂഷണാട്ടോ. ഈ പരദൂഷണം ഉണ്ടല്ലോ, ദുന്യാവാണെങ്കിലും പരലോകാണെങ്കിലും നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണത്. നമ്മളെപ്പോഴും അള്ളാനെ പേടിച്ചും നമ്മൾ ഓരോ കാര്യം അഹങ്കരിക്കാത്ത രീതിയിൽ നമ്മൾ ജീവിച്ചു പോകണം. അല്ലാതെ നമ്മൾ പരദൂഷണത്തിൽ നമ്മള് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഈ പരദൂഷണം പറഞ്ഞാണ് എന്താ പറയുക, അവിടുന്ന് ഇങ്ങനെ പറയാ, ഇവിടുന്ന് ഇങ്ങനെ പറയാ, മറ്റോടത്ത് ഇങ്ങനെ പറയാ. എന്നിട്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, സഹോദരികൾ തമ്മിലുള്ള ബന്ധം, അതൊക്കെ ഈ ഒരു പരദൂഷണത്തിൽ കൂടെ ഉണ്ടല്ലോ, അതൊക്കെയാണ് നഷ്ടപ്പെടുത്തുകയാണ്. ഇതൊക്കെ വൻ പാപങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഒന്നും വേണ്ട, ഒരാളെ നമുക്ക് അപമാനിക്കണം. അത് ഏത് രീതിയിലാണ് അപമാനിക്കേണ്ടത്? അപ്പൊ നമുക്ക് എന്തെങ്കിലും കുറച്ച് കാണുക,
ഞാനപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോലിനെ പറ്റിയാണെങ്കിലും കുറച്ച് കാണുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് നല്ല രീതിയിലായിരിക്കും ആ ഡ്രസ്സ് ഇട്ട് കേട്ടോ, നല്ല രീതിയിൽ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്താണെന്നറിയോ, അതിനെ കുറച്ച് കാണിക്കും. എന്താ പറയാ, പരദൂഷണം അതപ്പം അങ്ങനെയപ്പം ഇങ്ങനെയപ്പം ഇതൊന്നുമല്ല. ഇങ്ങനെ പരദൂഷണം പറഞ്ഞ നമ്മുടെ അടുത്തായാലും അകത്താണെങ്കിലും പരദൂഷണം, ഇവിടെ അപ്പുറത്താണെങ്കിലും പരദൂഷണം. മാക്സിമം പരദൂഷണം നമ്മളെ നാവ് കൊണ്ട് പറയരുതേ. അത് ഞാൻ പറഞ്ഞ വൻ പാപങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. നമ്മളെ മനസ്സ് വേദനിപ്പിച്ച ഒരാളെ മനസ്സ് വേദനിപ്പിച്ച് നമ്മൾ ഓരോ നന്നാക്കിയും പറയണ്ട, ഒരു നല്ലതും പറയണ്ട, ചീത്തയും പറയണ്ട. അത് അങ്ങനെ പോയാൽ മതി. നല്ലതും പറയണ്ട, ചീത്തയും പറയണ്ട, ഒന്നും പറയണ്ട. പിന്നുണ്ടല്ലോ, നമ്മളെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവും. നമ്മള് എന്താ പറയുക, നിഷ്കളങ്കരായ രീതിയിൽ നമ്മൾ സംസാരിക്കുക. അപ്പൊ നമ്മളെ രഹസ്യങ്ങൾ അറിയാം. ഇത് നമ്മളെ രഹസ്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് ആ രഹസ്യങ്ങൾ കിട്ടണം. അതിനു വേണ്ടി ചെയ്യണം. അതും ഒരിക്കലും പാടില്ല. എന്നിട്ട് നമ്മളെ രഹസ്യങ്ങൾ അറിയാം പിച്ചി ചീന്തി കണ്ടുണ്ടല്ലോ, ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കാത്ത ഒന്നാണ്. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയാം, ഇവർ ഈ പ്രവർത്തിച്ച് ചെയ്ത സംഭവങ്ങളല്ല അള്ളാഹു മുന്നിൽ കൊണ്ടുവരും. ഇവരെ എല്ലാ സംഭവങ്ങളും പിന്നെ അള്ളാഹു മുന്നിൽ നമ്മളെ മുന്നിലോട്ട് എത്തിക്കും. അതായത് നമ്മളെ മുഖം മൂടി അഴിയും പറയാൻ കേട്ടിട്ടില്ലേ? ഒരിക്കലും നമ്മളെ മുഖം മൂടി നമ്മൾ എങ്ങനെയാണ് നമ്മള് ഒരാളെ ഏതൊക്കെ രീതിയിൽ നമ്മള് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്ത ഒരങ്ങനെ ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്മ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നന്മ ഒരിക്കലും ഇഷ്ടമുണ്ടാവില്ല. ആ നന്മനെ പോലും നമ്മൾ കുറച്ച് കാണിക്കും. അപ്പൊ എന്താ പറയാ, ലാസ്റ്റ് അള്ളാഹു അവരുടെ മുഖം മൂടി ഉണ്ടല്ലോ മുന്നിൽ കണ്ടിട്ട് തരും. അപ്പോഴാണ് അറിയാം. അപ്പൊ അതെന്താ പറയുക, വൻ പാവങ്ങളിൽ പെട്ട ഒന്നാണ്. ആ മുഖംമൂടി അഴിയുന്ന ഒരു സമയം ഉണ്ട്. അപ്പൊ അതിന് നിൽക്കാതെ അവനാ പോണ രീതിക്ക് പോവുക. എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറുക. ഒരാളെ കുറ്റം കുറവും ഒരാളെ വേണ്ടാത്ത രീതിയിലോ ഒരാളെ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആള് നല്ല ആളായിരിക്കും, പക്ഷെ ആ ആളുണ്ടല്ലേ എത്രത്തോളം നമ്മളെ രീതിയിൽ പിച്ച് ചെയ്താൻ കഴിയും. ആ രീതിയിൽ കാണിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു പൊരുത്തം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരാളെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് നമ്മൾ ഒന്നും നേടൂല. ഒരാളെ അഹങ്കരിച്ചൊരു കാര്യമല്ല. നമ്മളൊക്കെ ഈ ഭൂമിയിൽ എല്ലാരും ഇങ്ങനെയൊക്കെ എന്തോ ഒരു സംഭവം അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് ഇരുന്നിട്ടാ പോവുള്ളൂ. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരാളെ പരിഹസിക്കാനോ ഒരാളെ കുറ്റം പറയാനോ വേറൊരു വീട്ടിലോ വേറെ ഒരു എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, അതാ വേണ്ടത്. അപ്പൊ എനിക്ക് കുറെ മെസ്സേജുകൾ വന്നതാട്ടോ. ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് ഉണ്ട്, ഒന്ന് പറയണട്ടോ. അതായത് ഓരോ അയൽവാസികൾ തമ്മില്, ഫാമിലിയിൽ തമ്മില്, നമ്മളെ പല രീതിയിൽ സഹോദരങ്ങൾ തമ്മില് വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മളും സമൂഹത്തിൽ ജീവിക്കല്ലേ, നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് പല രീതിയിലും. ഞാൻ എന്റെ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതേപോലെ മാക്സിമം നല്ല വർക്കും നല്ല സംഭവങ്ങളായിരിക്കും. പക്ഷെ അതിലവരെ കുറച്ച് ഒരു വലിയ ആൾക്കാരാണെന്ന് വരുത്തി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടാവും. അപ്പൊ ഒരിക്കലും നിങ്ങളൊന്നും ചെയ്തു പോകരുത്. ഞാനും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാനും ഇതൊക്കെ ഇത്രയും വർഷമായില്ല നമ്മൾ അനുഭവിക്കൂലേ, സമൂഹത്തില് രാഷ്ട്രീയമായിട്ട് വ്യക്തിപരമായിട്ട് ഫാമിലി പരമായിട്ട് അങ്ങനെയൊക്കെ വരുന്ന അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാനൊരു പറയാട്ടോ, ഞാൻ പരുന്തിനെ വെച്ചിട്ട് തന്നെ പറയാട്ടോ. പരുന്ത് അതേപോലെ നമ്മള് അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര നീളമുള്ള നല്ല ചെമ്പോണ്ട് ഇതോണ്ടൊക്കെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ വലിയ ഇതുകൊണ്ട് ഉണ്ടാക്കിയ നല്ല നഖങ്ങള്, വലിയ നഖങ്ങള്. ഈ പരദൂഷണം പറയുന്ന സംഭവം എന്താ പറയുക, ഈ സ്വയം നമ്മളെ മുഖവും നെഞ്ചും എല്ലാം മാംസങ്ങളൊക്കെ വലിച്ചു കീറൂലേ, വലിച്ചു കീറിങ്ങാണ്ട് നമ്മൾ ചെയ്യൂലേ, ഇതാണ് പരദൂഷണത്തിന്റെ ഏറ്റവും വലിയത്. അപ്പൊ ഇങ്ങനെ വലിച്ചു കീറുക, അതായത് മറ്റുള്ളവരെ മുഖവും മാംസ്യവും നെഞ്ചും ഒക്കെ വലിച്ചു കീറാം. അപ്പൊ ആലോചിക്കെല്ലാരും, ഈ മാംസം നമ്മൾ ഒരു നദിയിൽ ഇടുക, അല്ലെങ്കിൽ അതിന്റെ ചോര നമ്മളൊരു വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടാൽ എങ്ങനെയായിരിക്കും ഇത്? ആ സമുദ്രം പോലും പരദൂഷണത്തിൽ കലർന്ന് പറ്റ ചീഞ്ഞ ഇതാവും, വൻ പാവങ്ങളിൽ വരും. ആ വെള്ളം പോലും എന്തായി പോവും? ആ വെള്ളം പോലും വൻ പാവത്തിൽപ്പെട്ട ഒരു അത്രക്കും പിച്ച് ചെയ്യുന്ന പോലെയാണ്. ഒരു മനുഷ്യനെ ഒരാൾ പിച്ച് ചെയ്താൻ പാടില്ല. ലാസ്റ്റ് അയാളെ മുഖം മൂടി നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മളെങ്ങനെന്നറിയോ, നമ്മൾ വിചാരിക്കും അവരാ നല്ല മനുഷ്യരാണ്, നിസ്കാരം ഉണ്ടാവും, നോമ്പ് ഉണ്ടാവും, എല്ലാ പ്രവൃത്തികളും ഉണ്ടാവും, 5 വക്തുള്ളത് സുന്നത്ത് പോലും നിസ്കരിക്കുന്നുണ്ടാവും, തേച്ചത് പോലും നിസ്കരിക്കുന്നുണ്ടാവും. നമ്മളെ നല്ല, പക്ഷെ പരദൂഷണത്തിന്റെ ഇതൊന്നും നിസ്കരിച്ചിട്ടോ ഇതാക്കിയിട്ടോ നമ്മൾ പരദൂഷണം, മറ്റുള്ളവരെ കുറ്റം പറയാം, മറ്റുള്ളവരെ താത്തി കെട്ടുക, ഒന്നും അവരെ നന്മയും ഒന്നും പറയണ്ട. അങ്ങനെ ഉണ്ടല്ലോ, ഈ നിസ്കരിച്ചിട്ടോ ഇതാക്കിയിട്ടോ അള്ളാഹുവിന്റെ അടുക്കൽ ഒരിക്കലും ഇതിനൊന്നും കിട്ടൂല. നല്ല ശിക്ഷ അള്ളാഹു തരും. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ നിസ്കരിച്ചിട്ടും നോമ്പ് പിടിച്ചിട്ടും ഇങ്ങനെയുള്ളത് എന്ത് കാര്യം? നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കണേ, കണ്ടുകാണ്ടും കാണാതെയും അങ്ങനെയൊക്കെ ഇതാക്കിയാണ്. ചിലവര് നേരിട്ട് മുഖത്തിന് നോക്കി പറയും, മുഖത്ത് നോക്കി പറയും, നാവ് കൊണ്ട് എന്ത് നിസ്കാരം,
എന്ത് നോമ്പ്, ഇതൊന്നും കാര്യമില്ല കേട്ടോ. നാവ് നമ്മൾ ആദ്യം സൂക്ഷിച്ച് കെട്ടിവെക്കണം. ഇതൊക്കെ വേണ്ടത്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയണതാണ്, നമ്മൾക്ക് ഓരോരോ അനുഭവങ്ങളും എന്താ നമുക്ക് തരുന്നത്, നമുക്ക് തന്നത്, വീഴുന്നത്, എന്തിനും ഓരോ സംഭവങ്ങൾ ഒരാളെ അവര് നന്നാവുക, എന്തിനാവശ്യം അത്? ആരും ആരെ കുറിച്ച് ഒന്നും പറയും വേണ്ട, ഇരിക്കും വേണ്ട, ഒന്നും വേണ്ട. അത് അള്ളാഹ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഏറ്റവും ഞാൻ എന്റെ ഒരു ടോപ്പിക്കല്ലേ കൊണ്ടുവരുന്നത് പരദൂഷണം എന്നാണ്. നമ്മുടെ നാവിനെ കിട്ടുക. ഓരോ വീട്ടിൽ കോഴി ഉണ്ടാക്കിക്കോട്ടെ, അവിടെ വീട്ടിൽ ബീഫ് ഉണ്ടാക്കിക്കോട്ടെ, നിങ്ങളെ വീട്ടിൽ അപ്പം മട്ടനായിരിക്കും. ഈ മട്ടൻ ഇവിടെ വെച്ചിട്ടാണ് കോഴിനെയും ചിക്കനെയും കോഴിനെയും ബീഫിനെയും നോക്കാൻ പോണത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അല്ലാതെ ചിലവരുണ്ടെങ്കിൽ അറിയാം എന്താ ഒരു സംഭവത്തിക്കൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഇന്റെ അടുത്ത് വേണമെങ്കിൽ തെറ്റുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരടുത്ത് വേണമെങ്കിൽ തെറ്റുണ്ടാവും. അപ്പൊ നമുക്ക് എന്താ ആ തെറ്റ് പോലും എന്തിന് വേറെ രീതിയിൽ പരദൂഷണം രീതിയിലൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതും തന്നെ എന്താ പറയുക, അപ്പൊ അതും ആ ഒരു വ്യക്തിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അതും അഭിമാനത്തെ ചോദ്യം ചെയ്യും. അതായത് രക്തം, ധനം, അഭിമാനം. അതായത് ഈ രക്തം, ധനം, അഭിമാനം, ഈ മൂന്നെണ്ണം ഞാൻ എടുത്ത് പറയുന്നത്. ഞാൻ എടുത്ത് പറയാം. അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ട് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കാണുമ്പോഴായിട്ടോ അങ്ങനെയൊക്കെ പറയാം. ഇതിന് എനിക്കൊരു വോയിസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ വോയിസ് ആഡ് ചെയ്യണില്ല. ഞാൻ ഇങ്ങനെ സ്പീഡാക്കിയാണ് വോയിസ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല അവിടെ. അപ്പൊ ഇത് അറിഞ്ഞിരുന്നാൽ മതി. നമ്മളെ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ അറിയാം നമ്മൾ സമൂഹം അനുഭവിക്കുന്നതും. അതാണ് ഞാൻ പറയുന്നത്, സമൂഹം, രാഷ്ട്രീയം എല്ലാത്തിലും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തിനും അതിന്റെ ആവശ്യമില്ല. വൻ പാവങ്ങളിൽ ഒന്നാണ്. അത് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും കേട്ടോ. ബൈ.